ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് സ്വയം എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിൽ ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ സിലബസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 19 സബ്ജക്ട്സ് അല്ലെങ്കിൽ ഒരു ഏരിയാസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതായത് ഹിസ്റ്ററി തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന കുറേയധികം ടോപ്പിക്സ് ഇതൊക്കെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പഠിക്കും അല്ലേ? അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു പ്ലാൻ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ഇത് വരണം, അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യണം അല്ലെ, മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും വർക്ക് മുന്നോട്ട് പോവുക. അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ അതെന്താണ്, ആ ഒരു അത്രയും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലെങ്കിൽ പണി തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ അങ്ങനെ മാറ്റാം ഇങ്ങനെ മാറ്റാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിക്ക് വരൂ ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനവും. നമ്മളൊരു മുൻകൂട്ടി ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനുസരിച്ച് ഒരു 85 to 90% നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ടും അത്ര നല്ലതായിരിക്കും. ഓക്കെ, കാരണം നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ്, സിസ്റ്റമാറ്റിക് ആവുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, നമ്മൾ പഠിച്ചു, നമ്മൾ അതനുസരിച്ച് ചെയ്തു എന്നുള്ളൊരു തോന്നൽ തോന്നും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സ്വയം ഉണ്ടാക്കിയെടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇതിനനുസരിച്ച്, അതായത് എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അതിനുശേഷം ഞാൻ ജസ്റ്റ് സോഴ്സസ് പറയുന്നുണ്ട്. ഏകദേശം ഉള്ള സോഴ്സസ് ആണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ LDCക്ക് പഠിച്ച അതേ സിലബസ് ഒക്കെ തന്നെയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളത് അല്ലെ. നമ്മൾ ആ പഠിച്ചത് തന്നെ വീണ്ടും ഒന്ന് പൊടി തട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. LDCക്ക് പറ്റിയ പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, തിരുത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, നമ്മൾ സിലബസ് കൃത്യമായിട്ട്, ഇപ്പോൾ LDCക്ക് എഴുതി വെച്ച സിലബസ് ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അത് നല്ലത്, ഫോണിൽ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്ത് പോയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്ന് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. സിലബസ് മുഴുവനായിട്ടാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് പോകും ഏതൊക്കെ ഏരിയാസ് നോക്കി എന്നുള്ളത്. ഓക്കെ, അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ സിലബസ് കൃത്യമായിട്ട് കയ്യിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മാസത്തേക്ക് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. മിനിമം ഒരു 5 hours, ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത്. 5 hours എങ്കിലും പഠിക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇടയ്ക്ക് ബ്രേക്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇനി മാക്സിമം എന്താണ്, ഒരു 8 hours അല്ലെങ്കിൽ അപ് ടു എത്രയാണ്, ഒരു 12 hours വരെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടോ. അത് എന്നാലും വളരെയധികം എന്താണ്, കഷ്ടപ്പെട്ട് 12 മണിക്കൂർ എത്തിയാനൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ പഠിക്കുന്ന മണിക്കൂർ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് മണിക്കൂർ പഠിച്ചവൻ പോലും പാസ്സാകും. കാരണം എന്താ പറയുക, അവൻ പഠിച്ചത് ആ ഒരു സ്മാർട്ടായിട്ടായിരിക്കാം പഠിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, വീക്ക് സബ്ജക്റ്റ്. ഇത് ഞാൻ മുൻപും പറഞ്ഞു. വീക്ക് സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ ആദ്യമേ തൊട്ട് പഠിക്കാൻ ശ്രമിക്കാൻ. ഇപ്പോൾ നിങ്ങൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു വീക്ക്ലി ചാർട്ടാണ് നമ്മൾ എടുത്തു വയ്ക്കുക അല്ലെ. മൺഡേ ടു സൺഡേ വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, സ്ട്രോങ് സബ്ജക്റ്റ് പിടിക്കാതെ നമ്മൾ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ്, നമുക്ക് വളരെയധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആദ്യം ഒന്ന് തുടങ്ങാൻ ഒരു മടി ഉണ്ടാവും നമുക്ക്. ഇത് പിന്നീട് നീക്കി വെച്ച് വരുമ്പോഴത്തേക്കും എക്സാം എടുക്കാനാവും. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഒരു വീക്ക് സബ്ജക്റ്റ്, അതിപ്പോൾ സപ്പോസ് എന്താണ്, സുപ്രധാന നിയമങ്ങളാണ് ബുദ്ധിമുട്ട് എങ്കിൽ അത് ഫസ്റ്റ് ഡേയിൽ, ഇപ്പോൾ ഏത് ദിവസമാണ് ആ ദിവസം ഇൻക്ലൂഡ് ചെയ്യാം ഒരു വീക്ക് സബ്ജക്റ്റ്. പിന്നെ ഒരു സ്ട്രോങ് സബ്ജക്റ്റ്, അതായത് നമുക്ക് അത്യാവശ്യം അറിയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ, അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സബ്ജക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് എന്ത് ചെയ്തു, നമ്മൾ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു സയൻസ് സബ്ജക്റ്റ് എടുക്കാൻ ശ്രമിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടെ ഒരു ദിവസം പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഒരു ദിവസം ഫിസിക്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സുപ്രധാന നിയമങ്ങൾ ഒരു ദിവസത്തെ, ആ ഫസ്റ്റ് ഇപ്പോൾ മൺഡേ ആണെങ്കിൽ മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു സ്ട്രോങ് സബ്ജക്റ്റ്, ഇപ്പോൾ എനിക്ക് അത് ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ കേരള ജോഗ്രഫിയോ വേൾഡ് ജോഗ്രഫി ഏതാണോ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളത്, ഇപ്പോൾ വേൾഡ് ജോഗ്രഫിയാന്ന് വയ്ക്കാം, അതെടുത്തു. ശേഷം ഒരു സയൻസ് സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ ഏതാണോ കൂടുതൽ ഇതുള്ളത്, അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ മാർക്സ് സ്കോർ ചെയ്യേണ്ട സംഭവം ബയോളജിയാണ്. അപ്പോൾ വേണമെങ്കിൽ ബയോളജിന്ന് വേണമെങ്കിൽ തുടങ്ങാം. എല്ലാ സയൻസ് സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് നോക്കണമെന്നില്ല. ഓക്കെ, ഒരു സയൻസ് സബ്ജക്റ്റായി. പിന്നെ നമുക്ക് മാത്സ്, മലയാളം, ഒന്നില്ലെങ്കിൽ മാത്സ് മലയാളം എടുക്കുക, അല്ലെങ്കിൽ മാത്സ് ഇംഗ്ലീഷ്. മാത്സ് മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ ഒരു ദിവസം നോക്കാൻ ഞാൻ പറയില്ല. മാത്സ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. മാത്സ് എന്ന് പറയുന്ന സാധനം എല്ലാ ദിവസവും കുറച്ച് നമ്മൾ പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു സെക്ഷനായിട്ട്
ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ LDCക്ക് കണ്ട് വളരെ ടഫ് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതും ആ സ്പീഡൊക്കെ കൂട്ടുന്നതും പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് കാണുന്നതും നല്ലതാണ്. അപ്പോൾ മാത്സ് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോന്നിനും റൂൾസ് ഉണ്ട്. ഓരോ ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിലാണെങ്കിലും അതിൻ്റെതായ ഗ്രാമർ പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് കൊണ്ട് ഏതെങ്കിലും ഒന്ന് നോക്കുക. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സ് വേണമെങ്കിൽ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 2024 ഓരോ മാസത്തിന്റെ വെച്ചിട്ട് വേണമെങ്കിൽ ഉള്ളത് കുറച്ച് പഠിച്ചു പോവാം. അത് തൊട്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് എത്തുന്നവരെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സെറ്റ് ഇപ്പോൾ ഓരോരോ ഏരിയാസ് അല്ലേ, അതായത് ഇപ്പോൾ നൊബേൽ കിട്ടിയത്, സാഹിത്യ പുരസ്കാരങ്ങൾ, സ്പോർട്സിന്റെ ഇത് അങ്ങനെ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ പഠിച്ചു തുടങ്ങിയാലും കറണ്ട് അഫയേഴ്സ് കുഴപ്പമില്ല. പിന്നെ എക്സ്ട്രീംലി വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ അല്ലെങ്കിൽ ഇന്ന കാര്യം തുടങ്ങിയ സംസ്ഥാനം ഏത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ എന്താണ് ബുക്ക് റാങ്ക് ഫയൽ നോക്കിയോ അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ പത്രങ്ങളിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവല്ലോ, അങ്ങനത്തെ നോക്കിയാലും കുഴപ്പമില്ല. കറണ്ട് അഫയേഴ്സ് ഒക്കെ കിട്ടുന്ന ധാരാളം ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഡെയിലി കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യണം. ഏത് രീതിയിലുള്ളതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഡെയിലി ചെയ്യേണ്ടതാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇട്ടേക്കുന്നത് ഡെയിലി ടെസ്റ്റ് ആണ്. ഈ ഡെയിലി ടെസ്റ്റ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ് ഒരു ചാർട്ട് നമ്മൾ ഇടുമല്ലോ വീക്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഡേയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിക്കാൻ പറയുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരം നമ്മളൊരു ടെസ്റ്റ് പോലെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറയും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കവേർഡ് ആവുകയും ചെയ്യും. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ എന്നുള്ളൊരു തോന്നലും വരും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് വൈകുന്നേരം ചെയ്താൽ നല്ലതല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ടെസ്റ്റായിട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ സ്വയം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോന്ന് വായിച്ചിട്ട് ഏരിയാസിൻ്റെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് എനിക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. ഈ ടെസ്റ്റ് കണ്ടവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്ത് എനിക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇതിനനുസരിച്ചുള്ള കാര്യം ഞാൻ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യം ഞാൻ പറയുന്നതായിരിക്കും. ദെൻ വീക്ക്ലി റിവിഷൻ എന്ന് പറയുന്നത് ഒരു വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് വീക്ക്ലി റിവൈസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മൾ സാറ്റർഡേ സൺഡേ രണ്ടും റിവിഷൻ, അതുപോലെ PYQs പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് മോക്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു 3 കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ സൺഡേ മാത്രം, സാറ്റർഡേ വരെ പഠിച്ചിട്ട് സൺഡേ മാത്രം എന്നുള്ള രീതിയിലും ചെയ്യാം. അത് ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ ഇതിനനുസരിച്ചാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ PYQs ചെയ്യുമ്പോൾ നമ്മൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ. ഒപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്, അതായത് ഇപ്പോൾ ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ സംബന്ധിച്ചുള്ള കാര്യമാണ് നമ്മളൊരു വീക്കിൽ പഠിച്ചത്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യുന്നതോടൊപ്പം ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണെന്ന് ഒന്നും കൂടെ കവർ ചെയ്യാം. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ എന്തെങ്കിലും മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും എളുപ്പമാണ്. ഓക്കെ, ദെൻ മന്ത്ലി റിവിഷനും നല്ലതാണ്. ഒരു മന്തിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി ഒന്ന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഏതുവരെ എത്തി. ഇപ്പോൾ നമ്മൾ ടേം എക്സാം ഒക്കെ പറയില്ലേ, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്നൊക്കെ പറയുന്ന പോലെ മന്ത്ലി റിവിഷനാണ് ഞാനത് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പിന്നെ 100 മാർക്സിൻ്റെ ടെസ്റ്റുകൾ, അതായത് 100 മാർക്സിൻ്റെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലത്. ആ ഒരു ടൈമിനുള്ളിൽ കാര്യങ്ങളൊക്കെ ആ 100 മാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു OMR ബുക്ക്ലെറ്റിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇനി ഇത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൾട്ടറേഷൻസ് വരുത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വെറുതെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഓരോ ദിവസവും വായിച്ചു പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. എഫക്റ്റീവായിട്ട് തോന്നിയേക്കുന്ന ഒരു പഠനം വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ബ്രെയിനിൽ കാര്യങ്ങൾ നിൽക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി സൈലന്റ് ആയിട്ട് വായിക്കുന്നവർക്ക് എന്താണ് അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കോഡുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ സെറ്റ് ചെയ്തും കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. ഇത് നമുക്ക് നേടിയെടുക്കേണ്ട ഒരു സാധനം തന്നെയാണ് അല്ലേ. കുറേ പേരുടെ ഉള്ളിലുള്ളൊരു സ്വപ്നമായിരിക്കും വീണ്ടും നമുക്കൊരു സിംഗിൾ എക്സാമിലൂടെ കാര്യം നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് നമ്മളിപ്പോഴേ തുടങ്ങണം.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം ഫെബ്രുവരി ആ ഒരു ഇതിന്റെ ടൈം കണക്കാക്കിയായിരിക്കും ഞാൻ സ്റ്റഡി പ്ലാൻ ഇടുക. കാരണം ടൈം ഉണ്ട് അത്യാവശ്യം. അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എല്ലാം കൂടെ വാരി വലിച്ച് ആദ്യമേ തന്നെ ഇടുന്നതിനേക്കാൾ നല്ലത് അതിനനുസരിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ ആലോചിച്ച് എനിക്കിത് സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഏതൊക്കെ സബ്ജക്റ്റ് കൂടുതൽ നല്ലതായിട്ട് നോക്കി തുടങ്ങണം, ഓരോ ദിവസവും എത്ര ഇത് വെച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് എനിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനനുസരിച്ച് ഞാൻ നിങ്ങളോടും പറയുന്നതായിരിക്കും കേട്ടോ. താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. സോഴ്സസ് ഞാൻ ജസ്റ്റ് എഴുതിയതാണ്. SCERT ടെക്സ്റ്റ്, NCERT ടെക്സ്റ്റ്. NCERT നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. PDF അവൈലബിൾ ആണ്. SCERTയുടെയും അതെ. പുതിയ ടെക്സ്റ്റുകളും നോക്കുക കേട്ടോ. അതുപോലെ ഒരു റാങ്ക് ഫയൽ കയ്യിലിരിക്കുന്നത് എന്തായാലും നല്ലതാണ്. നിങ്ങളിപ്പോൾ ഒരു റാങ്ക് ഫയൽ മേടിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് അതിൽ ഓൾറെഡി SCERT പ്ലസ് NCERT ഫാക്ട്സ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ആണെങ്കിൽ അതിൽ എന്തായാലും കൂടുതൽ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓൾറെഡി ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഉണ്ടാകും. അത് കാണുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ. ഈ ഡിഗ്രിയുടെ മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു, ടാലന്റിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ്. ദെൻ PSCയുടെ വെബ്സൈറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 100 മാർക്സിന്റെ ടെസ്റ്റ് എഴുതി നോക്കണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ ആൻസർ കീ OMR എക്സാംസ് എന്നുള്ള രീതിയിൽ കിടക്കുന്നുണ്ട് ഡൗൺലോഡ്സിൽ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഓരോ കോഡ് വെച്ചിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീയും ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചും കൂടെ ബാക്കോട്ട് പോയാലേ കിട്ടുള്ളൂ. പ്രൊവിഷണൽ ആൻസർ കീയുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽസിലും അവൈലബിൾ ആയിരിക്കുമല്ലോ, അങ്ങനെയും ചെയ്യാം. പിന്നെ യൂട്യൂബ് വീഡിയോസ്, അതായത് നിങ്ങൾക്ക് വളരെയധികം ടഫായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ഉണ്ടാവും, ഒട്ടുമേ അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസും ആശ്രയിക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ കോഡൊക്കെ വെച്ച് പഠിക്കാൻ മൻസൂർ അലി സാറിൻ്റെയൊക്കെയാണ് എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ജെറിൻ സാറിൻ്റെ മാത്സ് ക്ലാസ്, അതൊക്കെ നല്ല ഇതാണ്. അപ്പോൾ വളരെയധികം ട്രിക്കി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇതുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കണ്ടിട്ട് മനസ്സിലാകുന്നത് ആ ആൾക്കാരുടെ വീഡിയോസും നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ യൂസ് ചെയ്യും. ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് എക്കണോമിക്സിന്റെ ഏരിയ വരുമ്പോൾ നമ്മൾ ഈ നീതി ആയോഗിന്റെ ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കാരണം അവരുടെ പുതിയ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൽ സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ഉള്ള ഒരു സങ്കടം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ LDCക്ക് ജസ്റ്റ് മാർക്കിന് പോയവർ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ മെസ്സേജ് വെച്ചിട്ടാണല്ലോ, പ്രൊഫൈൽ മെസ്സേജ് വന്നത് വെച്ചിട്ടാണ് പറയുന്നത്, ജസ്റ്റ് മാർക്കിന് പോയവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും എന്താണ് നമുക്ക് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് ചെയ്തു വെക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കാം എല്ലാവരും. ബാക്കി കാര്യങ്ങളും അതുപോലെ ഡെയിലി ടെസ്റ്റിന്റെ കാര്യവും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ദിവസവും ഓരോ പഠിക്കുന്ന ഏരിയാസ് വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസം പറയുന്നതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വൈകുന്നേരം ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇത് എന്താണ് അന്നത്തെ ആ ഒരു ആഴ്ചയിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.